ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാർക്കറ്റില് 2000 എന്ന് പറയുന്ന ഒരു ഇയറിൽ വലിയ റെവല്യൂഷനാണ് സംഭവിച്ചത്. മെജോറിറ്റി ഓഫ് ദ കാർസ് ഹാഡ് ബിക്കം ഫ്യൂൽ ഇൻജെക്ടേഴ്സ് റാദർ ദാൻ കാർബറേറ്റേഴ്സ്. അന്ന് തൊട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഒരു എമിഷൻ നോംസ് എല്ലാം കാര്യമായിട്ട് നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇൻട്രൊഡ്യൂസ്ഡ് ആയ ഒരു ഇന്ത്യൻ എമിഷൻ നോമാണ് ഭാരത് സ്റ്റേജ് എന്ന് പറയുന്നത്. ഭാരത് സ്റ്റേജ് 1 ടു ഭാരത് സ്റ്റേജ് 6 വിത്തിൻ ദിസ് 26 ഇയേഴ്സ് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. BS1, BS2, BS3, BS4 ഇത് കഴിഞ്ഞ് BS5 വരാണ്ട് ഡയറക്ട്ലി വി സ്വിച്ച് ടു BS6. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ BS6 ഓർ ഗ്ലോബലി യൂറോ 6 രണ്ടും ഒന്നാണെന്നല്ല, ബട്ട് എമിഷൻ നോംസ് എല്ലാം ഏറെക്കുറെ സിമിലർ ആയിരുന്നു. ബട്ട് BS4 എമിഷൻ നോംസിൽ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് ഇന്ത്യക്ക് വേണ്ടി എൻജിൻസ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലലി BS6 കമ്പൈൽഡ് ആയിട്ടുള്ള എൻജിൻസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ മാനുഫാക്ചറഡ് ആയിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് BS5 സ്കിപ്പ് ചെയ്തിട്ട് വി ഡയറക്ട്ലി സ്വിച്ച് ടു BS6. BS4ൽ നിന്ന് BS6ലേക്ക് ഒരു ട്രാൻസിഷൻ വന്നപ്പോൾ വി മിസ് സം ഓഫ് അവർ ക്യൂട്ട് ലിറ്റിൽ ഡീസൽ ഹാച്ച്ബാക്സ്. ഡീസൽ ഹാച്ച്ബാക്സിൽ ഈ BS6 നോംസ് മീറ്റ് ചെയ്യുന്ന ഹാർഡ്വെയർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രെറ്റി എക്സ്പെൻസീവ് ആൻഡ് അത് കാറിന്റെ ബേസ് പ്രൈസിനെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ആ ഒരു ലോജിക് കൊണ്ട് മാത്രമാണ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ചെറിയ ഹാച്ച്ബാക്സ് എല്ലാം തന്നെ BS6 വന്നപ്പോൾ മിസ് ഔട്ട് ആയത്. ഈ ഒരു ചേഞ്ചിനെ ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ടൊയോട്ടയാണ്. അത് വെരി സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നോവ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഒരു സോഫ്റ്റ് റോഡ് ബ്രാൻഡാണ്. അതായത് നമുക്ക് ഓൺ റോഡിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ട്രാവൽ ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും പറ്റിയ ഒരു കാറാണ്. സോ ഇന്നോവ ക്രിസ്റ്റ എന്ന പേരിൽ ദേ ആർ സ്റ്റിൽ സെല്ലിംഗ് ഇറ്റ്സ് ഡീസൽ അവതാർ ആൻഡ് ഹൈക്രോസ് എന്ന പേരിൽ നോർമൽ പെട്രോൾ ആസ് വെൽ ആസ് എ ഹൈബ്രിഡ് വേരിയന്റ് അവരിപ്പോഴും സെല് ചെയ്ത് പോകുന്നുണ്ട്. BS6 എമിഷൻ നോംസ് വന്നതിൽ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് മിസ് ഔട്ട് ആയി പോയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മോൾ ഹാച്ച്ബാക്സ് ഏതാണെന്ന് ജസ്റ്റ് കമന്റ് ആവും.